ആ കാണുന്ന ദൂരെ കാണുന്ന മല ഉണ്ടല്ലോ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ചെറുതായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ തന്നെ ആൾക്കാർ കയറുന്നുണ്ട് അങ്ങോട്ട്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവർ ആരാണുള്ളത്? ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള യാത്രകളിൽ ചില ഡെസ്റ്റിനേഷൻസ് നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിപ്പറ്റാറുമുണ്ട്. വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കുന്ന, എത്ര പോയാലും മതിവരാത്ത, എത്ര കണ്ടാലും കണ്ടു തീർന്നതായി തോന്നാത്ത ഡെസ്റ്റിനേഷൻസ്. അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിപ്പറ്റിയ ആദ്യ യാത്രയിൽ തന്നെ എല്ലാ വർഷവും ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ച ഒരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷനാണ് അഗസ്ത്യാർകൂടം. ഇതിൻ്റെ രണ്ടാമത്തെ അഗസ്ത്യാർകൂടം യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒന്നുമില്ല. കാണിത്തടം ചെക്ക് പോസ്റ്റിൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് യാത്ര ചെയ്യും. പുലർച്ചെയുള്ള കാടിനുള്ളിലൂടെയുള്ള ഈ യാത്ര നല്ല രസമാണ്. ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിനടുത്തുള്ള ക്യാൻറ്റീനിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ലഞ്ചും പാക്ക് ചെയ്ത് വാങ്ങിച്ചതിന് ശേഷം ഒരു ബ്രീഫിംഗൊക്കെ കഴിഞ്ഞ് ബാഗേജ് ഇൻസ്പെക്ഷനും കഴിഞ്ഞിട്ടാണ് ട്രെക്കിംഗ് തുടങ്ങിയത്. പ്ലാസ്റ്റിക് ഫ്രീ സോൺ ആയതുകൊണ്ട് ഒരു രീതിയിലുള്ള ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക്കും പെർമിറ്റഡ് അല്ല. അത്യാവശ്യമുള്ള പ്ലാസ്റ്റിക്കൊക്കെ നമ്പർ ഇട്ട് അതിനുള്ള സെക്യൂരിറ്റി ഡിപ്പോസിറ്റായി 100 മുതൽ 300 രൂപ വരെ ഡിപ്പോസിറ്റ് ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അത്രയും പ്ലാസ്റ്റിക്കിൻ്റെ കൗണ്ടിങ് തിരികെ വരുമ്പോൾ കാണിച്ചിട്ട് ആ സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് തിരികെ വാങ്ങാവുന്നതാണ്. അതുപോലെ സോപ്പ്, പെർഫ്യൂം, കത്തി, ലൈറ്റർ എന്നിങ്ങനെയുള്ള ഒരു സാധനവും അകത്തോട്ട് പെർമിറ്റഡ് അല്ല. അങ്ങനെ അഗസ്ത്യാർകൂടം 2026 യാത്ര തുടങ്ങി. ഇനി 3 ദിവസം കാടും കാട്ടിലെ ശബ്ദവും മാത്രം. ഇനി കുറച്ച് ഇൻട്രൊഡക്ഷൻ ആവാം. അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് 2 രീതിയിൽ ചെയ്യാവുന്നതാണ്. സീസണൽ ട്രെക്കിങ്ങും ഓഫ് സീസണൽ ട്രെക്കിങ്ങും. മിഡ് ജനുവരി മുതൽ ഫെബ്രുവരി അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് മാർച്ച് വരെയാണ് സീസണൽ ട്രെക്കിംഗ്. ഈ സീസണൽ ട്രെക്കിംഗ് ശിവരാത്രി വരെയാണ് ഉള്ളത്. ഒരു ദിവസം 100 പാസ്സാണ് അലൗഡ്. അതിൽ 70 പാസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനും 30 പാസ് ഓഫ്ലൈൻ വഴി ബുക്ക് ചെയ്യാനും കഴിയുന്നതാണ്. ഒരു പാസിൻ്റെ റേറ്റ് 2026 3000 രൂപ ആണ്. ഇത് 2025 2700 രൂപയും 2024 2500 രൂപയും ആയിരുന്നു. അതിനു മുന്നേ 1800 രൂപ എങ്ങാണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷത്തെ പ്രൈസ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ട്രെക്കിംഗ് ചെയ്യാനായിട്ട് നമുക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ട്രെക്കിംഗ് ഡേറ്റിൻ്റെ 7 ദിവസത്തിനകത്ത് എടുത്ത രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസറിൻ്റെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതിൻ്റെ ഫോർമാറ്റ് പാസിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ട്രെക്കിംഗ് അലൗഡ് അല്ല. പിന്നെ ഈ ട്രെക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 54 കിലോമീറ്ററാണ് നമുക്ക് ട്രെക്കിംഗ് ചെയ്യേണ്ടത്. അതിൽ ആദ്യത്തെ ദിവസം ബോണക്കാട് മുതൽ അതിരുമല വരെയും രണ്ടാമത്തെ ദിവസം അതിരുമലയിൽ നിന്നും അഗസ്ത്യാർകൂടം വരെയാണ്. അഗസ്ത്യാർകൂടത്ത് നിന്നും തിരിച്ച് അതിരുമലയിൽ 2 മണിക്ക് മുന്നെയാണ് എത്തുന്നതെങ്കിൽ തിരിച്ച് ബോണക്കാടേക്ക് പോകാനുള്ള പെർമിഷൻ കിട്ടുന്നതാണ്. അതല്ലെങ്കിൽ 3-ാമത്തെ ദിവസം ബോണക്കാട്ടിലേക്ക് ഇറങ്ങാവുന്നതാണ്. മാറി മാറി വരുന്ന ടെറൈൻസാണ് അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിനെ ബാക്കിയുള്ള ട്രെക്കിങ്ങിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. 7 ക്യാമ്പ് സൈറ്റുകളാണ് ഈ ട്രെക്കിങ്ങിനിടയിലുള്ളത്. ബോണക്കാട്, ലാത്തിമുട്ട, കരമനയാർ, വാഴപ്പൈന്തിയാർ, അട്ടയാർ, ഏഴുമടക്കൻതേരി, അതിരുമല, ഇങ്ങനെ 7 ക്യാമ്പ് സൈറ്റ്. ഈ ക്യാമ്പ് സൈറ്റുകളിലൊക്കെ ഗൈഡുകൾ ഉണ്ടാവും. അവർ ഒരു നിശ്ചിത സമയത്തിൻ്റെ ഇടവേളകളിൽ ഒരു ക്യാമ്പ് സൈറ്റിൽ നിന്നും അടുത്തതിലേക്ക് നടന്നുകൊണ്ടേയിരിക്കും. ട്രെക്കേഴ്സിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനും എന്തെങ്കിലും അൺയൂഷ്വലായി കണ്ടാൽ കറക്റ്റീവ് ആക്ഷൻ എടുക്കാനുമാണ് ഈ പ്രൊസീജിയർ. ഇടയ്ക്കിടെ വാട്ടർ ക്രോസിങ്സ് ഉള്ളതിനാൽ അധികം വെള്ളം ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് കരമനയാർ. ഇവിടെ ഇങ്ങനെ 3
അരുവികളാണുള്ളത്. കരമനയാർ, അട്ടയാർ, വാഴപ്പേന്തിയാർ. മൂന്നിടത്തും നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ്. ഒരുപാട് ഔഷധ ചെടികളുടെ ഇടയിലൂടെ വരുന്നതുകൊണ്ട് ഈ വെള്ളത്തിനും നല്ല ഔഷധ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തെ പുൽമേടെന്നും മൊട്ടക്കുന്ന് എന്നും പറയാറുണ്ട്. അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിൽ നല്ല ചീത്തപ്പേരുള്ള ഒരു സ്ഥലമാണിത്. നേരത്തെ പറഞ്ഞതുപോലെ വേറെ വേറെ ടെറൈൻസ് മാറി മാറി വരാറുണ്ട് അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിൽ. അതിലേറ്റവും ചീത്തപ്പേര് കേട്ട സ്ഥലമാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുൽമേടാണ്. അതായത് മുഴുവനും നമ്മൾ ആ വലിയ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് പുല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കുറ്റി മരങ്ങളാണ്. പിന്നെ ചീത്ത പേരെന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ ബോണക്കാട് നിന്ന് തിരിച്ചിട്ട് ഇവിടെ എത്തുന്ന സമയമാണ് ഇവിടെ ഈ സ്ഥലത്ത് ചീത്തപ്പേര് വെക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നല്ല മൊട്ട വെയിലാണ്. വെയിലെന്ന് പറഞ്ഞാൽ ബോണക്കാട് നിന്ന് തിരിച്ച് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും ഒരു 1 മണി അല്ലെങ്കിൽ 2 മണി സമയം. ആ സമയത്താണ് ഈ നല്ല ഒരു വെയിൽ. അതിൻ്റെ കൂടെ ഇവിടുത്തെ കയറ്റം ഒരു 1.5 കയറ്റമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കും നല്ലോണം ക്ഷീണിക്കും. അതുകൊണ്ടാണ് ഈ സ്ഥലം ഇത്തിരി ചീത്തപ്പേര് ഉള്ളത്. പക്ഷേ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒരെണ്ണമാണ്. വേറൊന്നും കൊണ്ടല്ല, പ്രകൃതി ഭംഗി നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. കാണുന്നുണ്ടായിരിക്കും. ആ കാണുന്ന ദൂരെ കാണുന്ന മല ഉണ്ടല്ലോ, ആ മലയിൽ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അവിടെ ചെറുതായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ തന്നെ ആൾക്കാർ കയറുന്നുണ്ട് അങ്ങോട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്കും അതൊരു വലിയൊരു ടാർഗറ്റായിട്ടാണ് തോന്നുന്നത്. നമുക്ക് കയറാൻ കഴിയുമോ, എത്താൻ കഴിയുമോ എന്നൊക്കെയുള്ള ഡൗട്ട്സാണ്. ട്രക്ക് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയേയില്ല. അതിനെക്കാട്ടും മേളിലുള്ള ടാർഗറ്റിലോട്ടാണ് നമ്മൾ പോകുന്നതെന്നുള്ള ഒരു ചിന്തയും ഉള്ളത് കാരണം അങ്ങ് പോവുകയാണ്. സത്യം പറഞ്ഞാൽ ലൈഫിൽ നോക്കിയാൽ തന്നെ നമ്മുടെ ഗോൾസ് ചിലപ്പോൾ തോന്നും ആ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ ഒരുപാട് ദൂരെയാണ്. പക്ഷേ ആരാണോ ആ ഗോൾസിന് വേണ്ടി അതിനുള്ള ആ പാത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നത്, അവർക്ക് ആ ഗോളിൽ എത്തിപ്പെടാൻ കഴിയുകയാണ് ചെയ്യും. ഡോണ്ട് ഗീവ് അപ്പ്. എവിടെയാണോ തോന്നുന്നത്, ചിലരുണ്ടല്ലോ ഇപ്പോൾ കഴിയില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഗീവ് അപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ എന്തായാലും ആ ഗോൾ കിട്ടില്ല. അങ്ങനെ അതിരുമല ബേസ് ക്യാമ്പിൻ്റെ ബോർഡ് കണ്ടു. ഈ വഴിയിലൂടെ മേളിലോട്ട് പോയാൽ അഗസ്ത്യാർകൂടവും റൈറ്റിലേക്ക് പോയാൽ അതിരുമല ബേസ് ക്യാമ്പുമാണ്. ഇതാണ് അതിരുമല ബേസ് ക്യാമ്പ്. അപ്പോൾ ഇന്നത്തെ, അതായത് ഡേ 1 യാത്ര ഇവിടം വരെയാണ്.
ഈ കാണുന്ന ഷീറ്റിട്ട ബിൽഡിങ്സാണ് നമുക്ക് താമസിക്കാനുള്ള ക്യാമ്പ്. ആദ്യം വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ് ഈ കാട്ടിനുള്ളിൽ ഇങ്ങനെയൊരു സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കി എന്നത്. അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ കഞ്ഞി കിട്ടുന്ന റെസ്റ്റോറൻ്റാണ് ഇത്. 175 രൂപയാണ് കഞ്ഞിയുടെ വില. പക്ഷേ ആ കഞ്ഞിക്ക് പുറകിലുള്ള എഫേർട്സ് നോക്കുകയാണെങ്കിൽ അതൊരു വലിയ വിലയായിട്ട് നമുക്ക് തോന്നില്ല. ഇവിടുത്തെ കഞ്ഞിയും കട്ടനും കടിയുമൊക്കെ നല്ല ടേസ്റ്റാണ്. പോകുന്നവർ ഇവിടുത്തെ ചുക്ക് കാപ്പി ടേസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ക്യാമ്പ് സൈറ്റിനടുത്തുള്ള അരുവിയിലൊരു കുളിയും പാസാക്കി അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സ്ഥലമാണിത്. സോളാർ എനർജിയിലാണ് ടോട്ടലി ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ബാങ്ക് എടുക്കാൻ മറക്കരുത്. ഡേ 2-ൽ ഏതാണ്ട് 7:45 മുകളിലേക്കുള്ള യാത്ര തുടങ്ങി. ഏതാണ്ട് 7 മുതൽ 8 കിലോമീറ്റർ വരെയാണ് ഇന്നത്തെ യാത്ര. ഇന്ന് മുഴുവനും ക്ലൈംബിംഗ് ആണ്. ഡേ 1-നേക്കാളും കുറച്ചുകൂടി ഡെൻസായിട്ടുള്ള ഫോറസ്റ്റിന് ഉള്ളിലൂടെയാണ് ഇന്നത്തെ യാത്ര. ഇതാണ് പൊങ്കാലപ്പാറ. തീർത്ഥാടനം അനുവദിച്ചിരുന്ന കാലത്ത് പൊങ്കാലയിട്ടിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ പേര് വന്നത്. ഈ സ്ഥലം തമിഴ്നാട്ടിലാണെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നത്. ഇവിടുന്ന് ബോട്ടിൽ റീഫിൽ ചെയ്ത് മുകളിലേക്ക് യാത്ര തുടങ്ങി. അത്യാവശ്യം ചാലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ഏരിയ ആണ് ഇവിടുന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. കയർ പിടിച്ച് കയറാനുള്ള സ്ഥലങ്ങളുമുണ്ട്. പിന്നെ കയർ പിടിച്ചാലേ കയറാൻ പറ്റുള്ളൂ എന്ന് അല്ല, മഴയും കോടയും ഒക്കെയുള്ളപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് കയറിട്ടിരിക്കുന്നത്. പിടിക്കാതെ കയറുന്നവരും ഉണ്ട്. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും അഗസ്ത്യമുനിയുടെ അടുത്തെത്തി അനുഗ്രഹവും വാങ്ങിച്ചു. ഇനി നിങ്ങളും ആ വ്യൂ ഒന്ന് കണ്ടു നോക്കൂ. ഇതിൽ ഒരു ഭാഗത്ത് കേരളവും മറുഭാഗത്ത് തമിഴ്നാടുമാണ്. അതിരുമലയിൽ നിന്നുമുള്ള മടക്കയാത്രയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു സംഭവമാണിത്. ഈ ഒരു നല്ല ദൃശ്യത്തോടു കൂടി എൻ്റെ 2026 അഗസ്ത്യാർകൂടം യാത്ര പൂർത്തിയാക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു ട്രാവൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ട്രെക്കിംഗ് വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.